love you, Jesus. I love you, Jesus. I love you, Jesus, from my heart. Love you, Jesus. I love you, Jesus. I love you, Jesus, from my heart. Thank you, Jesus. I thank you, Jesus. I thank you, Jesus, from my heart. Thank you, Jesus. I thank you, Jesus. I thank you, Jesus, from my heart. Thank you, Jesus. I thank you, Jesus. I thank you, Jesus, from my heart. Lift you, Jesus. I lift you, Jesus. I lift you, Jesus, from my heart. Kiss you, Jesus. I kiss you, Jesus. I kiss you, Jesus, from my heart. Like you, Jesus. I like you, Jesus. I like you, Jesus, from my heart. Love you, Jesus. I love you, Jesus. I love you, Jesus, from my heart. Love you, Jesus. I love you, Jesus. I love you, Jesus, from my heart. ആകയാൽ നീ പതറിപ്പോകരുതേ. നിന്നെ പരിപാലിക്കുവാൻ, നിന്നെ കരുതുവാൻ സ്വർഗത്തിലൊരു ദൈവമുണ്ട്. അവൻ പുത്താണ്ട്, ഈ വരുന്ന വർഷം ഏത് സാഹചര്യമായാലും നീ ദൈവത്തിന് പിടികൊടുത്തിന്റെ ജീവിതം നയിച്ചാൽ എപ്പോഴും എല്ലാ നാളും ഏത് വിഷയത്തിലും ഏത് സാഹചര്യത്തിലും തമ്പുരാൻ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. ആമേൻ, ആമേൻ. നേരെ മറിച്ച് ഈജിപ്തിന്റെ നിഴലിൽ ആശ്രയിക്കാൻ പോയാൽ നിനക്ക് അയ്യോ കഷ്ടം. ഐസയാ 30:2 നമ്മ പഠിപ്പിക്കുന്ന ഒന്നാമത് ഐസയാ 32:2 വചനം ശ്രദ്ധിപ്പിൻ. ഐസയാ 32:2 വചനം. എപ്പോൾ അവൻ തണൽ, ക്ഷീണമുള്ള ദേശത്ത് വൻ പാറയുടെ തണൽ. ആമേൻ, ഹല്ലേലൂയ. ഐസയാ 32:2 വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻ പാറയുടെ തണൽ. യഹോവ ദൈവം ഒരു വൻ പാറയുടെ തണൽ പോലെ ഇരിക്കും. ആമേൻ, ആമേൻ. ക്ഷീണമാണോ ഭക്തന്? ക്ഷീണമാണോ നീതിമാന്? ക്ഷീണമാണോ? നിന്റെ ജീവിതം ക്ഷീണമുള്ള ദേശത്തിലാണോ? നാനാ പ്രശ്നങ്ങൾ നിന്നെ നെരുക്കുമ്പോൾ ദൈവപൈതലേ നിനക്ക് ക്ഷീണമാണോ? നടക്കുമോ നടക്കുകയില്ലയോ? തടസ്സമാണല്ലോ. ഞാൻ എന്ത് ചെയ്യും? എന്നും രോഗമാണല്ലോ, എന്നും തമാശയാണല്ലോ, എന്നും നിന്ദയാണല്ലോ. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ക്ഷീണം. I am weary. ദൈവം വാഗ്ദത്തം നൽകുന്ന മകനേ മകളെ, നീ ക്ഷീണിക്കുമ്പോൾ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കയ്യും വീശി നടക്കുന്ന ദൈവമല്ല. ഞാൻ നിന്റെ അടുക്കൽ വരും, നിന്നെ ചുറ്റും വൻ പാറയുടെ തണൽ ഞാൻ. ആമേൻ, ഹല്ലേലൂയ. ആർക്ക് ക്ഷീണമില്ല? എത്രയോ വലിയ മനുഷ്യൻ മോശയ്ക്ക് ക്ഷീണം തുടങ്ങിയത്
18ഉം 20ഉം വയസ്സിലല്ല, പ്രസവിച്ചിട്ട 3-ാം മാസത്തിൽ. ആമേൻ. പാലുകുടി മറന്നിട്ടില്ല. തൂക്കി അനാഥയായി നൈൽ നദി തീരത്ത്. ഹി വാസ് ത്രോൺ ഔട്ട് ഇൻ ദ ബാങ്ക് ഓഫ് നൈൽ ആസ് എൻ അർബൻ ചൈൽഡ്. പുറപ്പാട് 2:3 വയസ്സ് പച്ച കുഞ്ഞിന് എറിഞ്ഞ് നൈൽ നദി ദൂരത്ത് ഇറങ്ങി. ക്ഷീണം, കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ക്ഷീണം. 80-ാം വയസ്സിലും മോശ നിലവിളിക്കുന്ന, പിതാവേ ഞാൻ ഏകൻ, ഞാൻ ഏകൻ. വലിയ മനുഷ്യൻ, വലിയ ശക്തൻ. 25 ലക്ഷം ആളുകളെ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ നയിച്ച് കൊണ്ടുപോകുവാൻ കഴിവുള്ളവൻ, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥൻ. അവൻ കരയുന്നു, I am alone. How can I bear all these people's burden upon my soldier alone? സംഖ്യ 11:14. എനിക്ക് ക്ഷീണം, ഞാൻ ഒറ്റയ്ക്ക് ഈ ലക്ഷോപലക്ഷം ജനത്തിൻ്റെ ഭാരം വഹിക്കുന്നത് എങ്ങനെ? എനിക്ക് ക്ഷീണം. അതിനും കർത്താവ് സൊല്യൂഷൻ കണ്ടെത്തി. അവൻ്റെ ഭാരം വഹിക്കുവാൻ, താങ്ങാൻ 70 അഭിഷക്തന്മാരെ ദൈവം എണ്ണി എണ്ണി അവൻ്റെ കൂടെ കൊടുത്ത്. വൻ പാറയുടെ തണൽ യഹോവ, വൻ പാറയുടെ തണൽ. ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ക്യാപ്റ്റൻ ജോഷുവ 7ാം ദിനത്തിൽ സാഷ്ടാംഗം വീണ് ദൈവസന്നിധിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. Why my people met such a failure in a small battle? എന്തുകൊണ്ട് ജെറിക്കോ പട്ടണത്തിൽ വലിയ യുദ്ധത്തിൽ എൻ്റെ ജനം, എൻ്റെ പട്ടാളം നിസ്സാരമായി ജയിച്ചു? അടുത്തുള്ള ഹായ് പട്ടണത്തിൽ കൊച്ചു യുദ്ധത്തിൽ ശത്രുക്കളുടെ ബലം നിസ്സാരമായിരുന്നപ്പോൾ അങ്ങയുടെ ജനം, ഇസ്രായേൽ ജനം പരാജയപ്പെട്ട്. How it happened? സാഷ്ടാംഗം ജോഷുവ വീണ് കരയുന്നു, നിലവിളിക്കുന്നു. Why you admitted it? അപ്പോൾ യഹോവ ദൈവം സ്വർഗമിട്ട് ഇറങ്ങി വന്ന് ജോഷുവോട് സംസാരിക്കുന്നു. Why do you weep? നീ കരയുന്നത് എന്ത്? നീ കരയുന്നത് എന്ത്? എൻ്റെ ജനം പാപം ചെയ്ത്, എൻ്റെ ജനം അകൃത്യം ചെയ്ത്. ജോഷുവയ്ക്കും ക്ഷീണം, ജോഷുവയുടെ ജീവിതത്തിലും ക്ഷീണം. വിവാഹം ചെയ്തില്ല പൗലോസ്. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കർത്താവിൻ്റെ വലിയ വേല ചെയ്ത ഉത്തമനായ പൗലോസ്. ആ പൗലോസിൻ്റെ ജീവിതത്തിലും ക്ഷീണം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അത് ഒറ്റ കാരണം കൊണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 21:28 യേശുവിൻ്റെ നാമം മാത്രം അവൻ ഉയർത്തി. സ്ഥലത്തിന് വിരോധമായി, ജനത്തിന് വിരോധമായി, ന്യായപ്രമാണത്തിന് വിരോധമായി യേശുവിനെ ദൈവപുത്രൻ ഉയർത്തിയപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തി പള്ളിയിൽ ഇട്ട് പൗലോസിനെ ഇളുത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ മുൻവാതിൽ തുറന്ന്. The Bible says Paul was put out and they shut the main door of the temple. മുൻവാതിൽ പൗലോസിനെ പുറത്താക്കി നന്നാടിച്ചു. പട്ടാളം ഇടപെടുന്നത് വരെ അടിച്ചു. മുൻവാതിൽ അടച്ചു കളഞ്ഞ്. ക്ഷീണം, പൗലോസിനും ക്ഷീണം. ആ രാത്രിയിൽ 23:11-12 അപ്പോസ്തലർ സ്വർഗം തുറന്ന് കർത്താവ് ഇറങ്ങി. പൗലോസേ ഭയപ്പെടേണ്ട. വ്യക്തമായി സംസാരിക്കുന്ന ദൈവം, പൗലോസേ ധൈര്യമായിരിക്കുക. നിനക്കൊരു വേല റോമാ പട്ടണത്തിൽ ഞാൻ വച്ചിരിക്കുന്ന, നീ ധൈര്യമായിരിക്കുക. നീ ക്ഷീണിക്കുമ്പോൾ ദൈവം വൻ പാറയുടെ
തണൽ. എപ്പോൾ ക്ഷീണം വരും? എപ്പോൾ ക്ഷീണം വരും? ദൈവത്തെ തള്ളിയിട്ട് ഓടിയാൽ ക്ഷീണം വരും. ആമേൻ. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നേ. യോഹന്നാൻ 21:3. രാത്രി അധ്വാനിച്ചിട്ടും ഒന്നും അവർക്ക് കിട്ടിയില്ല. ഈ ദൈവത്തെ വിട്ട് പിന്മാറിയാൽ കോവിഡിൻ്റെ പേര് പറഞ്ഞ്, മക്കളുടെ പേര് പറഞ്ഞ്, വീട്ടിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, വീട്ടിൻ്റെ പേര് പറഞ്ഞ്, എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് നിന്റെ ജീവൻ കാത്തു പരിപാലിക്കുന്ന വലിയ ദൈവത്തെ വിട്ട് പിന്മാറിയാൽ ക്ഷീണം കൂടും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ വിട്ടയച്ച് മീൻ പിടിക്കാൻ പോയപ്പോൾ മീൻപിടി തൊഴിലിൽ സമർത്ഥനായ ആളുകൾ രാത്രിയും പകലും ആழ்കടലിൽ വീശിയിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല. ക്ഷീണം കൂടി. രണ്ടാമത്, ആദ്യ സ്ഥാനം കൊടുക്കേണ്ട ദൈവത്തിന് അങ്ങ് അവസാന സ്ഥാനം കൊടുത്താൽ ക്ഷീണം കൂടും. ആദ്യം അവൻ്റെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നമുക്ക് എല്ലാം കിട്ടും. ആമേൻ, ആമേൻ. നാലാമത് ക്ഷീണത്തിൻ്റെ കാരണം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 6:7. സങ്കീർത്തനം 6:7. എൻ്റെ സകല വൈരികളും കേടുവായി ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നാലാമത്, സകല വൈരികൾ കേടുവായി. സങ്കീർത്തനം 6:7. എനിക്ക് ക്ഷീണം. ശത്രുക്കൾ കേടുവായി എനിക്ക് ക്ഷീണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ബൈബിളിൻ അടിസ്ഥാനത്തിൽ എതിർകൊള്ളുന്ന വൈരികൾ, ശത്രുക്കൾ, നമ്പർ 1, വേദപുസ്തകത്തിൻ അടിസ്ഥാനത്തിൽ നമ്പർ 1, ഔട്ടർ ഫോ, പുറമേ ഉള്ള ശത്രു. നമ്പർ 2, ഇന്നർ ഫോ, അകമേ ഉള്ള ശത്രു. നമ്പർ 3, സ്റ്റബേൺ ഫോ, അല്ലെങ്കിൽ സ്ട്രോങ് ഫോ, ശക്തനായ ശത്രു. ഒരിക്കൽ കൂടെ തെളിച്ചു പറയട്ടെ. 1, പുറമേ ഉള്ള ശത്രു, ലോകം എന്നുള്ള ശത്രു. 2, നിന്റെ ഉള്ളേ ഉള്ള ജഡിക ശത്രു, നീ തന്നെ നിനക്ക് ശത്രു. 3, സ്റ്റബേൺ ഫോ, അല്ലെങ്കിൽ സ്ട്രോങ് എനിമി, ശക്തനായ സാത്താൻ എന്നുള്ള ശത്രു. ആമേൻ, ഹല്ലേലൂയ. നമ്പർ 1, യാക്കോബ് ലേഖനം 4:4, യുവർ ഫ്രണ്ട്ഷിപ്പ് with the world is enmity with God. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത ആകുന്നു. ലോകം എന്നുള്ള വൈരി, ലോകം എന്നുള്ള ശത്രു, ലോകം എന്നുള്ള ശത്രുവിൻ്റെ സ്വഭാവം സെൽഫ് സെൻറ്റേർഡ് ലൈഫ്, ഇഗ്നോറിങ് ഗാഡ്. ഞാനാണ് ആള്, ദൈവത്തിന് അവിടെ സ്ഥാനമില്ല. സെൽഫ് സെൻറ്റേർഡ് ലൈഫ്, ഇഗ്നോറിങ് ഗാഡ്. ദൈവത്തെ അവഗണിച്ച് അഹംബുദ്ധിയായ ജീവിതം, ദൈവത്തെ അവഗണിച്ച് അഹംബുദ്ധിയായ ജീവിതം, അതാണ് ലോകം. അവൻ നിന്റെ ശത്രുവായി തീരും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:18, ചിലരുടെ ദൈവം സാക്ഷാൽ ദൈവമല്ല, അവരുടെ വയറാണ്. ആമേൻ,
ആമേൻ. അവർ ചിന്തിക്കുന്നത് ഉയരത്തിലുള്ള ദൈവത്തെ അല്ല, ഭൂമിയിലുള്ളതെയാണ്. നിമ്രോഡ് തനിക്കൊരു പേരുണ്ടാക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട നിമ്രോഡ്. ഏശാവ് തൻ്റെ ഭൂമിയിലെ ജീവകാലത്ത് ഒരു നാളിക പോലും ദൈവമേ എന്ന് പറയാത്ത ഒരു ദുഷ്ടമനുഷ്യൻ ഏശാവ്. ഒരു നേര സാപ്പാടിന് വേണ്ടി ദൈവകൃപയെ വിലപേശി വിറ്റ മൂടൻ ഏശാവ്. ലോകത്തിൻ്റെ പ്രതീകം നിമ്രോഡ്. മൂന്നാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇവിടത്തെ കാര്യങ്ങളിൽ മാത്രം സഞ്ചലപ്പെടുന്ന മാർത്ത. ലോകത്തിൻ്റെ പ്രതീകം. ഓർപ്പയെക്കുറിച്ച് റൂത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നഗോമിയുടെ 2 വിധവ മരുമക്കളിൽ ഒരുത്തി നല്ല വെളുത്ത് പൊക്കമുള്ള കറുത്ത മീശമുള്ള ഒരു ഭർത്താവ് കിട്ടത്തില്ല എന്ന് സൂചന കിട്ടിയ ഉടൻ തന്നെ മുങ്ങി. റൂത്തോ പിടിച്ചു നിന്ന്, ഓർപ്പ മുങ്ങി. ലോകത്തിന്റെ പ്രതീകം, ജഡത്തിന്റെ പ്രതീകം. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം. യാക്കോബിന് ജനിച്ച 6 ആൺകുട്ടികൾക്ക് ശേഷം 7ാമത് ഒരു ദുരസ്ഥവാലിയായ ഒരു സ്ത്രീ ഡയന ജനിച്ച്, അവളെക്കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വന്തം പൊന്ന് ഉടമ്പിറപ്പുകൾ വയലിൽ വേല ചെയ്യുമ്പോൾ ഇവൾ കൺമഷിയും പൂശി വിലസാൻ പോയി. ലോകത്തിൻ്റെ ഒരു അടയാളം. ദുഷ്ടൻ തട്ടിക്കൊണ്ടുപോയി, അവളുടെ ജീവിതം വഷളായി. ലോകത്തിൻ്റെ ഒരു പ്രതീകം. സഹോദരങ്ങളെ, ഭൂമിയിൽ ഉള്ളത് അല്ല, ഇത് അഗ്നിക്കായി ദൈവം വച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൺട്രോൾ ദുഷ്ടന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനം, യോഹന്നാന്റെ ലേഖനം, 2 ലേഖനത്തിലും 2 സംഭവങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഉയരത്തിൽ ഉള്ളത് തന്നെ ചിന്തിക്കുക. ഔട്ടർ ഫോ, പുറമേ ഉള്ള ലോകം എന്നുള്ള വൈരി. 2, നീ തന്നെ നിനക്ക് വൈരി. ഇന്നർ ഫോ, നിന്റെ ഉള്ളിലെ ഉള്ള ജഡമോഹം നിനക്ക് വൈരി. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വചനത്തിൽ മൂന്നാമത് ഒരു ശത്രു. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നിന്റെ പ്രതിയോഗിയായ പിശാസ് ആരെ വിഴുങ്ങണ്ടേ എന്ന് സിംഹം പോലെ, സിംഹമല്ല അവൻ, സിംഹം പോലെ ആരെ വിഴുങ്ങണ്ട് എന്ന് അവൻ തിരഞ്ഞു ചുറ്റി നടക്കുന്നു. സ്ട്രോങ് എനിമി അവൻ, സ്ട്രോങ് എനിമി, ബലത്ത ശത്രു അവൻ. അവൻ എന്ത് ചെയ്യും? അവൻ ചെയ്യുന്നത് നമ്മുടെ ആയുധം, ദൈവമക്കളുടെ ആയുധം വിശ്വാസമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം. എബ്രായർ 11:6 വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ ആയുധം, നമ്മുടെ കയ്യിലുള്ള വാള് ഫെയ്ത്താണ്, വിശ്വാസം. അതിന് ഇവൻ അടിച്ചു മാറ്റും. ലൂക്കോസ് സുവിശേഷം 22:31 യേശു കർത്താവ് അത് പത്രോസിനോട് പറയും, നിന്നിലുള്ള വിശ്വാസം കോടമ്പ് പോലെ പാറ്റി അടിച്ചു മാറ്റേണ്ടതിന് സാത്താൻ കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരുപ്പാൻ നിനക്ക് വേണ്ടി മകനെ ഞാൻ അപേക്ഷിച്ച്. വിശ്വാസത്തെ അടിച്ചു മാറ്റും. എങ്ങനെ അവൻ അടിച്ചു മാറ്റും? വിശ്വാസത്തിൻ്റെ ആധാരം എന്താണ്? വിശ്വാസത്തിൻ്റെ ആധാരം സിനിമയോ, ഡ്രമാറ്റിക് ഷോയോ, പുൽക്കൂടോ, സാന്താക്ലാസോ, മരപ്പാലമോ, കള്ള് കച്ചവടമോ? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന വചനമാണ്.
വിശ്വാസത്തിന്റെ ആധാരം വചനമാണ്. റോമർ എഴുതിയ ലേഖനം 17 വിശ്വാസം കേൾവിയാൽ. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. വിശ്വാസം കേൾവിയാൽ. ആമേൻ. ആ കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. ആമേൻ. വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. ആകയാൽ മർക്കോസ് 4:15 നമ്മെ പഠിപ്പിക്കുന്ന വചനം, വിശ്വാസത്തിന്റെ ആധാരമാം വചനം നിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ വരുമ്പോൾ ഉടനെ മർക്കോസ് 4:15 ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിടയ്ക്കപ്പെട്ട വചനം അവൻ എടുത്തു കളയും. ആമേൻ. അവനാണ് ശക്തനായ ശത്രു, stubborn enemy. കാരണം വചനം നിന്റെ ഉള്ളിൽ ഇല്ലാതിരുന്നാൽ നീ തെറ്റിപ്പോകും. മത്തായി സുവിശേഷം 22:29, മർക്കോസ് സുവിശേഷം 12:24 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പീപ്പിൾ ആർ മിസ്റ്റേക്കൺ ഫോർ ദേ ഡു നോട്ട് നോ ദ വേർഡ് ഓഫ് ഗാഡ്. ഇന്ന് ക്രിസ്മസിൻ്റെ പേര്, ആഘോഷങ്ങളുടെ പേരിൽ പള്ളിക്കകം ഇവർ എന്ത് കാണിക്കുന്നേ ഇവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അവിടെ ഉള്ളിൽ വചനമില്ല. ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഗുണ്ടായിസമാണ്. ഗ്രൂപ്പിസമൊക്കെ പോയി, ഇപ്പോൾ ഗുണ്ടായിസം. വചനം ഉള്ളിൽ ഒരുത്തൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ പേരിൽ ഈ കള്ളുക്കച്ചവടം ഇവിടെ നടക്കുകയില്ല. ഈ കളിയാട്ടം ആലയത്തിൽ നടക്കുകയില്ല. ആലയം നിന്റെ വീടല്ല, എൻ്റെ അപ്പൻ്റെ ഭവനമാണ്. ഇത് നടക്കുകയില്ല. സ്തോത്രം. വരുന്നില്ല. മടക്കി വെച്ചോ, സാന്താക്ലാസിൻ്റെ തൊപ്പിയൊക്കെ മടക്കി വെച്ചോ, അടുത്ത വർഷം ഉപയോഗിക്കണം കേട്ടോ. മടക്കി വെച്ചിട്ട് വന്നിരിക്കുന്ന ആളുകളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. നേരായിക്കൊള്ളുക. ആമേൻ. മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.